നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്സിൻ്റെ 3rd ചാപ്റ്ററായ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയേഴ്സ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 3-4 വീഡിയോസ് ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് 2023 സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ട് എ 2/3 മെട്രിക്സ്. ഒരു 2/3 മെട്രിക്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. അതിൻ്റെ എലമെന്റ്സ് തന്നിരിക്കുന്നത് AIJ = 2i + j, ആ ഒരു ഫോർമുല തന്നിരിക്കണം. അപ്പം അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2/3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു 2/3 മെട്രിക്സിൻ്റെ ജനറൽ ഫോം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2/3 എന്ന് പറയുമ്പോൾ എന്താണ്, 2 റോയും 3 കോളംസും. അപ്പോൾ നമുക്ക് എലമെന്റ്സ് എങ്ങനെ വരും, A11, A12, A13. കണ്ടോ, 3 കോളായിട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ റോ എഴുതാം. A21, A22, A23. കണ്ടോ, നോക്കിയേ, 2 റോയും 3 കോളും അല്ലേ. അപ്പോൾ ഇതൊരു 2/3 ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഓർഡറിലുള്ള ഒരു മെട്രിക്സ്, അതിൻ്റെ ഒരു ജനറൽ മെട്രിക്സ് നമ്മൾ ആദ്യം എഴുതണം. അതിനുശേഷം അതിൽ വരുന്നത്, ഇപ്പോൾ ഇതിൽ നമുക്ക് 6 എലമെന്റ്സ് വരുന്നുണ്ട് അല്ലേ. ഈ ഓരോ എലമെന്റ്സ് നമ്മളൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ആദ്യത്തെ എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം, A11. അപ്പോൾ AIJ എന്താ തന്നിരിക്കണേ, 2i + j. അപ്പോൾ I എന്ന് പറയുന്നത് ഇവിടെ ഐയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണ്, 1 ആണ്. ജെയുടെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്. I എന്ന് പറയുന്നത് റോ, ജെ എന്ന് പറയുന്നത് കോളം. അപ്പോൾ A11. അപ്പോൾ നമുക്ക് ആ ജനറൽ ആയിട്ടുള്ളത് എന്താണ്, 2i + j. അപ്പോൾ ഐയുടെ സ്ഥാനത്ത് 1 കൊടുക്കാം, ജെയുടെ സ്ഥാനത്തും 1 കൊടുക്കാം. അപ്പോൾ 2 × 1 + 1, 2 × 1 2, 2 + 1 3. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എന്ത് കിട്ടി, 3 എന്ന് കിട്ടി. ഇനി അതുപോലെ ഓരോ എലമെന്റും നമ്മൾ കണ്ടുപിടിക്കുക. A12. അപ്പോൾ I എന്ന് പറയുന്നിടത്ത് 1 തന്നെ കൊടുക്കാം. പിന്നെ ജെ എന്ന് പറയുന്നിടത്ത് ഇവിടെ എന്താണ്, 2 ആണ്. അപ്പോൾ 2 × 1 എന്ന് പറയുന്നത് 2, 2 + 2 4. ഇനി അടുത്തത് A13 ആണ് അടുത്ത എലമെന്റ് കാണേണ്ടത്. അപ്പോൾ I വീണ്ടും നമ്മൾ 1 തന്നെ, ഫസ്റ്റ് റോയിലത്തെ എലമെന്റ് ആണല്ലേ ഇത്, അതുകൊണ്ട് I എന്ന് പറയുന്നത് എല്ലാം 1 തന്നെയാണ്. ജെ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 2 × 1 2, 2 + 3 5. അപ്പോൾ ഫസ്റ്റ് റോയിലത്തെ 3 എലമെന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോയിൽ ആദ്യം വരുന്നത് A21. അപ്പോൾ നമുക്കിവിടെ ഐക്ക് കൊടുക്കേണ്ടത് 2 ആണ് കേട്ടോ. 2 × 2 പ്ലസ് ജെയുടെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്. 2 × 2 4 ആണ്. 4 + 1 5. ഇനി അടുത്തത് A22 ആണ് അടുത്ത എലമെന്റ് വരുന്നത്. അപ്പം ഇവിടെ ഐയും ജെയും 2 തന്നെയാണ്. അപ്പോൾ 2 × 2 + 2, 2 2s are 4, 4 + 2 6. ഇനി ലാസ്റ്റ് എലമെന്റ് അതിൽ വരുന്നത് A23. അപ്പം നമുക്ക് I എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ തന്നെ ജെ എന്ന് പറയുന്നത് 3 ആണ് കേട്ടോ. അപ്പോൾ 2 × 2 4, 4 + 3 7. അപ്പോൾ നോക്കിയേ, നമ്മൾ എല്ലാ എലമെന്റും കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. നമുക്കത് മെട്രിക്സിന്റെ ഫോമിൽ എഴുതാം. അപ്പോൾ A11 എന്ന് പറയുന്നത് 3, പിന്നെ 4 5 നമ്മുടെ ഫസ്റ്റ്. ഏത് കറസ്പോണ്ടിങ് എലമെന്റ് നോക്കിയിട്ട് തന്നെ എഴുതണം കേട്ടോ, തെറ്റി എഴുതരുത്. പിന്നെ അടുത്ത റോയിൽ വരുന്നത് 5 6 7. അതിൻ്റെ ആ പ്ലേസ് തന്നെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതുക. കണ്ടുപിടിച്ചിട്ട് നമ്മളത് ഓർഡർ തെറ്റിച്ചിട്ട് എഴുതരുത്. അപ്പം 3 4 5, പിന്നെ അടുത്ത റോയിൽ വരുന്നത് 5 6 7. അപ്പം അങ്ങനെയാണ് നമുക്കൊരു മെട്രിക്സ് കിട്ടിയിരിക്കണം. അപ്പം ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് വേണം, പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടോ. അപ്പോൾ ഏതാണ് ഓർഡർ തന്നിരിക്കണേ, ആ ഓർഡറിലുള്ള ജനറൽ മെട്രിക്സ് എഴുതുക. അപ്പോൾ നമുക്കറിയാം അതിൽ ഏതൊക്കെ എലമെന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കറസ്പോണ്ടിങ് നമ്മൾ ഐക്കും ജെയ്ക്കും ആ വാല്യൂസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ എലമെന്റ് കണ്ടുപിടിച്ചിട്ട് മെട്രിക്സ് ആയിട്ട് എഴുതുക. അപ്പോൾ ഈ ഒരു മോഡല് നമ്മൾ കാണാത്തൊരു മോഡലായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമുക്ക് മാർച്ച് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നില്ല. അപ്പം ഇതിൽ നോക്കിയേ, നമുക്ക് എക്സും വൈ എന്ന് പറയുന്ന 2 മെട്രിക്സ് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, x + y തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ x - y തന്നിരിക്കണം. രണ്ടും ആഡ് ചെയ്തതും സബ്ട്രാക്ട് ചെയ്തതും. ഇതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സും വൈയും എന്ന് പറയുന്ന മെട്രിക്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ സാധാരണ ലീനിയർ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യണ പോലെ നമുക്ക് ഇവിടെ x + y = 3 അങ്ങനെയൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ സോൾവ് ചെയ്യാം. x + y-യും x - y ആണ് അല്ലേ. അപ്പം നമ്മൾ ജസ്റ്റ് അതെന്ത് ചെയ്യാം, ഒന്ന് ആഡ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ +y-യും -y-യും ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പോൾ അവിടെ 0 വരും. എക്സും എന്താവും, 2x കിട്ടും.
ഈക്വൽ ടു അതേപോലെ തന്നെ കറസ്പോണ്ടിങ് നമ്മൾ ഇവിടെ നമുക്ക് മെട്രിക്സ് തന്നിരിക്കണേ അല്ലേ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഈ ഒരു മെട്രിക്സ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണ്. അപ്പൊ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താ ചെയ്ത ഓപ്പറേഷൻ ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ നമുക്ക് 2x കിട്ടി, വൈയുടെ ടേം ക്യാൻസൽ ആയി പോയി. അതേപോലെ നമ്മൾ റൈറ്റ് സൈഡിൽ ഈ രണ്ട് മെട്രിക്സ് ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് എലമെന്റ് നമുക്ക് ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ 7 + 3 10. സെക്കൻഡ് എലമെന്റ് 0 + 0 0. ഇനി 2 + 0 2. പിന്നെ 5 + 3 8. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇത് നമുക്ക് എന്താണ് 2x = ആണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് എക്സ് എങ്ങനെ എഴുതാം? എല്ലാ എലമെന്റിനെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5, 0 എന്ന് പറയുമ്പോൾ 0 തന്നെ, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, പിന്നെ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. അപ്പൊ 5 0 1 4 ആണ് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് കിട്ടിയത്. ഇത് നമ്മൾ നോക്കിയേ, ഈ എക്സ് പ്ലസ് വൈയും നമ്മൾ പ്ലസ് ആണ് ചെയ്തത്, അതുപോലെ തന്നെ എക്സ് മൈനസ് വൈയും. ഇനി നമുക്ക് വൈ കണ്ടുപിടിക്കണം അല്ലേ. വൈന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് ഇവിടെ എന്താവും? -x ആവും, മൈനസ് വൈ എന്താവും? +y ആവും അല്ലേ. അപ്പൊ എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആയി പോവും, y + y 2y എന്ന് വരും. നമ്മൾ സാധാരണ ലീനിയർ ഇക്വേഷനിൽ ചെയ്യുന്ന ഓപ്പറേഷൻ ഞാൻ ചെയ്തിരിക്കണം. അപ്പൊ നമ്മളിവിടെ സബ്ട്രാക്ഷനാണ് ചെയ്തത്. അപ്പൊ അതേപോലെ റൈറ്റ് സൈഡിലുള്ള മെട്രിക്സ് നമുക്ക് ഇതുപോലെ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ് എടുത്തിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം അല്ലെ. അപ്പൊ 7 - 3 4. പിന്നെ 0 - 0 ആണ് സെക്കൻഡ് എലമെന്റ്, അപ്പൊ 0 തന്നെ. ഇവിടെ 2 - 0 ഇപ്പൊ 2 തന്നെ. പിന്നെ 5 - 3 2. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത് 2y ആണ് അല്ലെ. അപ്പൊ നമുക്ക് y കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ 2 കൊണ്ട് ഓരോ എലമെന്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 0 പിന്നെ 0 തന്നെ ആവുക. പിന്നെ ഈ രണ്ട് 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പൊ നമുക്ക് 2 0 1 1 ആണ് നമ്മുടെ എന്ത് y എന്ന് പറഞ്ഞ മെട്രിക്സ്. അപ്പൊ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ഇതേപോലെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതൊരു വേറൊരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ പല എപ്പിസോഡുകളായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. അപ്പോൾ ഈ ഒരു മെട്രിക്സിലെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്, അതിന്റെ സമ്മായിട്ട് എഴുതുന്നത്. അത് 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു മെട്രിക്സ് തരും, നമ്മളത് അങ്ങനെ എഴുതണം. അതേപോലെ തന്നെ നമുക്കറിയാം a² - 5a + 7i, അതൊക്കെ നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈപ്പ് അതെങ്ങനെയാണോ അവർ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്തു കൊടുത്താൽ മതി. എന്നത് സീറോ മെട്രിക്സ്, ആ ഒരു ടൈപ്പ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരുമാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പിന്നെ എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. ആ ഒരു പുതിയ ചാപ്റ്ററിലത്തെ ഇതേപോലെ PYQ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. താങ്ക്